ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി വിലാപയാത്രയടക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ല പ്രാർത്ഥനാ മന്ദിരത്തിലാണ് പൊതുദർശനം ഒരുക്കിയത്. ഫെബ്രുവരി 28-ന് ഇസ്രയേലും US-ഉം ചേർന്ന് നടത്തിയ ആക്രമണത്തിലാണ് നമുക്കറിയാം അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. ഇറാന് വലിയ ആഘാതമായിരുന്നു അത്. ഇസ്രായേലാണ് പ്രധാനമായും ഖമേനി ലക്ഷ്യം വെച്ചിരുന്നത്. ഇപ്പോൾ നിരത്തുകളിൽ ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. വിവിധ ലോക നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളും അവിടെ കാണാം. മസൂദ് പെസഷ്കിയാൻ, അബ്ബാസ് അരക്ചി, ഒപ്പം മുഹമ്മദ് ബാക്കർ കാലിബാഹ്, ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മൊഹസിനി എന്നിവരടക്കമുള്ള എല്ലാ നേതാക്കളും അവിടെ കണ്ണീരണിഞ്ഞാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളനുസരിച്ച് മനസ്സിലാക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങളും പൊതുദർശനം എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്, വലിയ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി ഒരു തുടക്കം വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് ഇപ്പോൾ വിദേശത്തുള്ള നേതാക്കളെയും അതുപോലെ തന്നെ ഇറാനിലുള്ള ചില മുതിർന്ന നേതാക്കളെയും നിർത്തിക്കൊണ്ടുള്ള ചടങ്ങുകളായിരുന്നു. ഒരു ട്രിബ്യൂട്ട് യോഗം പോലെയായിരുന്നു ഇത് ചേർന്നിരുന്നത്. ഇതിൽ ആയത്തുള്ള അലി ഖമേനിയുടെയും അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങളെല്ലാം പ്രദർശനത്തിന് വെച്ചു. ആയത്തുള്ള അലി ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ, അതുപോലെ മരുമകൻ, അതുപോലെ നിലവിലുള്ള പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനിയുടെ ഭാര്യ, അതുപോലെ 14 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുഞ്ഞ്. ഇത്രയും പേരാണ് അന്ന് US ആക്രമണത്തിൽ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടത്. ഇവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ചിരുന്നു. വിവിധ രാഷ്ട്രങ്ങളിലുള്ള നേതാക്കൾ എല്ലാവരും ഇപ്പോൾ നിലവിൽ ഇറാനിലുണ്ട്. ഏതാണ്ട് 100ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരമുള്ളത്. ഇന്ത്യയുടെ പ്രതിനിധികൾക്ക് പുറമെ മലേഷ്യ, ടുണീഷ്യ, അതുപോലെ ഖത്തർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, ജോർജിയ, ഇറാഖ്, റഷ്യ, ചൈന അങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ നിലവിൽ അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരറ്റ്, അതുപോലെ തന്നെ ബീഹാറിൻ്റെ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇവരോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സൽമാൻ ഖുർഷിദും അതുപോലെ PDP അധ്യക്ഷയായിട്ടുള്ള മെഹബൂബ മുഫ്തിയും കൂടി ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഇറാനിലുള്ള ഇമാം ഖുസൈനി ഗ്രാൻഡ് മുസല്ല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ മന്ദിരത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇറാനിലുള്ള വിവിധ നഗരങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ അവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇറാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അവർ അട്ടഹാസം മുഴക്കിക്കൊണ്ടാണ് ജനങ്ങൾ എത്തുന്നത്. അതുപോലെ ഒരു പരമ്പരാഗത മുസ്ലിം ആചാരത്തിൻ്റെ ഭാഗമായി നെഞ്ചത്തും അതുപോലെ തലയിലും കൈകൊണ്ട് അടിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന വിലാപ ചടങ്ങുകളും ജനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2025-ലും 2026-ലും ഇറാനിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുടുംബങ്ങളിലുള്ള ആളുകളുടെ ബന്ധുക്കൾ അവരും ഒരു പ്രത്യേക അതിഥികളായിട്ട് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് മുൻനിരയിൽ തന്നെ ഉണ്ട്. അതും ഇറാൻ ഇപ്പോൾ അത്തരമൊരു ഫെസിലിറ്റി കൂടി ഇറാൻ അവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനിലെ മുതിർന്ന നേതാക്കൾ മുഹമ്മദ് ബാക്കർ കാലിബാഫ്, അതുപോലെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി, അവരുടെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ എല്ലാവരും ഈ പൊതുവേദിയിൽ അവിടെ മുൻനിരയിൽ തന്നെയുണ്ട്. ഇപ്പോൾ നിലവിലുള്ള പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി ഇതുവരെ പൊതുവേദിയിൽ എത്തിയിട്ടില്ല. ഇസ്രായേലിൻ്റെയൊക്കെ ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം. അതുപോലെ ഇറാനിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ശ്രദ്ധേയം തന്നെയാണ്. രാജ്യത്തുള്ള എല്ലാ കടകമ്പോളങ്ങളും പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. പൊതുഗതാഗത സംവിധാനത്തിന് പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇറാൻ്റെ എയർ സ്പേസും പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ആകാശത്ത് ഒരു തരത്തിലുമുള്ള ആക്ടിവിറ്റീസും പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് ഇറാൻ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഉടൻ തന്നെ വെടിവെച്ചിടാൻ തന്നെയാണ് ഉത്തരവ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആഭ്യന്തരമായിട്ടുള്ള വിമാന സർവീസുകളും അന്താരാഷ്ട്ര വിമാന സർവീസുകളും ഒന്നും തന്നെ ഇറാൻ്റെ എയർ സ്പേസിൽ കടക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ
തീരുമാനങ്ങളോടെയാണ് നിലവിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഇനി 5 ദിവസം ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നീളും. അതിനുശേഷം ജൂലൈ 9-നായിരിക്കും ഏറ്റവും അവസാനം ആയത്തുള്ള അലി ഖമനയുടെ ഖബറടക്കം പൂർണ്ണമായും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.